ഓക്കെ, റോട്ടോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അനിമേഷനും വിഷ്വൽ എഫക്ട്സിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റോട്ടോസ്കോപ്പി എന്ന് പറയുന്നത്. അത് നമ്മളെ ക്യാരക്ടറിന്റെ റിയലിസ്റ്റിക് ആയിട്ടും ഫ്ലൂയിഡ് ആയിട്ടുള്ള മൂവ്മെന്റിനെ നമ്മൾ ട്രേസ് ചെയ്യുന്നതിനാണ് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട്, അല്ലെങ്കിൽ എന്താണ് ലൈവ് ആക്ഷനെ ട്രേസ് ചെയ്യണതിന് നമുക്ക് അങ്ങനെ പറയാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പണ്ട് നമ്മൾ 2D നമ്മൾ അനിമേഷന്റെ റോട്ടോസ്കോപ്പി എങ്ങനെ ട്രേസ് ചെയ്തു എന്നുള്ളതാണ്. മീൻസ് ഇൻഡിവിജ്വൽ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് അത് അനിമേറ്റേഴ്സിന് കൊടുത്തതാണ്. നമ്മൾ വിഷ്വൽ എഫക്ട്സിന്റെ ഇതെന്ന് പറഞ്ഞാലും സെയിം പ്രോസസ്സ് തന്നെയാണ്. അതും പണ്ടായിരുന്നു ഇത് ഗ്ലാസ്സിൽ പ്രൊജക്ട് ചെയ്തിട്ട് വരച്ചിട്ട് ഗ്ലാസ്സിലൊക്കെ പ്രൊജക്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് റോട്ടോസ്കോപ്പി ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, വിഷ്വൽ എഫക്ട്സിന്റെ റോട്ടോസ്കോപ്പി എന്ന് പറയുന്നത് അങ്ങനെയല്ല. മറ്റേന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ മൂവ്മെന്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ കോംപ്ലക്സിറ്റി ഉള്ള മൂവ്മെന്റ്സും ഫേഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ സ്കെച്ച് ചെയ്തിട്ട് അത് നമ്മൾ 2D ആയിട്ട് നമ്മൾ ഔട്ട് ഇറക്കിക്കൊണ്ടാണ് ഇരുന്നത്. ഇപ്പൊ നമ്മൾ ആ ഒരു രീതിയിലല്ല ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ക്യാരക്ടർ ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ നടന്നു പോകുന്ന ഒരു ഷോട്ട് ആണെങ്കിൽ അതിന് മൊത്തത്തിൽ നടക്കുന്നതിന്റെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് പണ്ട് 2D ചെയ്തു. ഇപ്പൊ നമ്മൾ ലൈവ് ആക്ഷൻ ഫുട്ടേജിൽ നമ്മൾ എന്താണ് വരച്ചിട്ട് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് വരച്ചിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു ഒബ്ജക്റ്റ് വെച്ച് കൊടുക്കുകയാണ് റോട്ടോസ്കോപ്പി എന്ന് പറയുന്നത്. അത് നമ്മൾ വീഡിയോ ഗെയിംസിൽ യൂസ് ചെയ്യുന്നുണ്ട്, വിർച്വൽ റിയാലിറ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ എഫക്ട്സ് മൂവീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോട്ടോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വളരെ VFXന്റെ വളരെ പോസിബിലിറ്റീസിന് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റോട്ടോസ്കോപ്പി എന്ന് പറയുന്നത്.